ആലിഹി വസ്വഹബിഹി അമ്മാ ബഅദ്. ഒരാള് നൂറുകണക്കിന് നന്മ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് അയാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ തെറ്റ് അയാളിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞ് കോലാഹലം സൃഷ്ടിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം, അല്ലേ? ഒരുപാട് നന്മകളുണ്ട്. അതെല്ലാം ഈ ഒരൊറ്റ തെറ്റിലൂടെ, ഈ ഒരു പെശകിലൂടെ അതെല്ലാം മറന്ന് ആ പെശകിനെ മാത്രം ഉയർത്തി കാണിക്കുന്ന സ്വഭാവം, അത് നല്ലതാണോ? ഒരിക്കലുമല്ല. ഒരു സംഭവം പറയാം. ആൻഡ്രോ കാർനെ എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായി കുട്ടിക്കാലത്ത് തന്നെ സ്കോട്ട്ലാൻഡിൽ നിന്നും അമേരിക്കയിലെത്തി ചില്ലറ ജോലികളൊക്കെ ചെയ്ത് ഉപജീവനം നടത്തിയ ആളാണ്. പിന്നീട് അമേരിക്ക കണ്ട ഏറ്റവും വലിയ ഉരുക്ക് വ്യവസായ ശൃംഖലയുടെ ഉടമയായിത്തീർന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ 43 കോടീശ്വരന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴാണെന്ന് മനസ്സിലാക്കണം. സംഭവം 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏതായാലും അദ്ദേഹത്തോട് നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യരോട് ഇടപഴകുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നമ്മുടെ വിഷയം. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു: മനുഷ്യരെ ഞാൻ കൈകാര്യം ചെയ്തത് സ്വർണം ഖനനം നടത്തും പോലെയാണ്. അതായത് 1 ഔൺസ് സ്വർണം കുഴിച്ചെടുക്കണമെങ്കിൽ ടൺ കണക്കിന് മണ്ണും പൊടിയും ഒക്കെ ഇളക്കി മാറ്റണം, നീക്കം ചെയ്യണം, അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നാം ഖനനം ചെയ്യുന്നത് എന്താണ്? മണ്ണാണോ? അല്ല. പൊടിയാണോ? അല്ല. പിന്നെന്താണ്? സ്വർണമാണ്. ഇടപഴകുന്ന സമയത്തും സംസാരിക്കുമ്പോഴുമൊക്കെ ജനങ്ങളുടെ നന്മയാണ് ഞാൻ കണ്ടെത്താറ്. അവിടെ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കി ഞാൻ കണ്ടെത്തുക ഏതാണ്? നന്മ മാത്രം. വലിയ ഒരു മെസ്സേജാണ് ഇത് നൽകുന്നത്, അല്ലേ? എല്ലാവരിലും നന്മയുടെയും ഗുണത്തിൻ്റെയും അംശം അന്തർലീനമായിട്ടുണ്ടല്ലോ. പക്ഷേ അവരുടെ തിന്മയും ദുർഗുണങ്ങളും കണ്ടെത്തി ആരോപിക്കുന്നതിന് പകരം അവരുടെ ആ നന്മ കണ്ടെത്തുകയും അങ്ങനെ ആ നന്മ കണ്ടെത്തുന്നതിലാണ് നാം വിജയിക്കേണ്ടതും. അതാണ് നാം കണ്ടെത്തേണ്ടത്. അതിനെയാണ് നാം ഫോക്കസ് ചെയ്യേണ്ടത്. മനുഷ്യ സഹജമായി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതിനെ കണ്ടെത്താതെ അവരിലെ നന്മ കണ്ടെത്തി പെരുമാറുക.